നമസ്കാരം, ഞാൻ സുമേഷ് യാതംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമുക്കറിയാം, ഇപ്പോൾ നീറ്റും CBSEയും ഒക്കെ വലിയ റെസ്പോൺസ് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. CBSE എക്സാംസിൻ്റെ ക്രമക്കേടുകളും അതായത് കെടുകാര്യസ്ഥയും ഒക്കെ ഇതിനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇന്ത്യ ചെയ്തിട്ടുള്ള, അതായത് വേൾഡ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിൽ ഇന്ത്യ ചെയ്തിട്ടുള്ള ഡിജിറ്റലൈസേഷൻ, അതായത് UPIയും ആധാറും നമ്മുടെ ഇൻ്റർനെറ്റും ഒക്കെ പോലെ ഇതും വളരെ സിമ്പിളായിട്ട് വളരെ നേരത്തെ കൂട്ടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ടൈപ്പാണ്. അതായത് ഇതൊരു ചിന്താധാരയാണ്, അല്ലാണ്ട് ഇത് ആരിനെയും പുകഴ്ത്താനോ ആരിനെയും താഴ്ത്താനോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്ത സ്റ്റുഡൻസിനൊന്നും അനുകൂലമോ പ്രതികൂലമോ അല്ല. ഇത് ജസ്റ്റ് ഒരു ഫൈൻഡിങ്സ് ആണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് ഇത്ര കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് UPIയിൽ ഒരു ദിവസം താരതമ്യേന കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഇന്ത്യ കണ്ടുപിടിച്ച ടെക്നോളജിയിൽ നടത്താമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ എക്സാംസൊക്കെ, അതായത് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള 10ാം ക്ലാസ് ഡെയിലി ഓരോ ദിവസവുമുള്ള സ്കൂളുകളിലുള്ള എക്സാംസ് വരെ എന്തിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ നടത്തണം? അതായത് ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ എന്തിന് നടത്തണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മളിവിടുത്തെ ബാങ്കിങ് സെക്ടറിലും ഈ ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ UPIയിൽ കൂടെ ഈ ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് പൈസ വാങ്ങി അല്ലെങ്കിൽ DD എടുത്ത് അയച്ച് ചെക്ക് എടുത്ത് അയക്കുന്ന സിസ്റ്റത്തിനെ മാറ്റിയിട്ട് UPI എന്നുള്ളൊരു സിമ്പിൾ സിസ്റ്റം കൊണ്ടുവന്നു. ശരിയല്ലേ? ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ട്രെയിൻ ടിക്കറ്റ് മുതൽ ബസ് ടിക്കറ്റ് വരെ എല്ലാ കാര്യങ്ങളും, ഈവൻ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോഴുള്ള ടിക്കറ്റ് വരെ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ആ പാർട്ടൊക്കെ നമുക്ക് വളരെ ഈസിയായി. പക്ഷേ ഇതിൽ ഏറ്റവും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നതായിട്ടുള്ള പാർട്ടായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിജിറ്റലൈസ് ചെയ്യാൻ ഇന്ത്യ വിട്ടുപോയി എന്നുള്ളതാണ് ഈ അനുഭവിച്ച ഇപ്പോൾ ഉണ്ടായ റെസ്പോൺസിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ മുഴുവൻ സത്യത്തിൽ കാരണം. അതിന് എന്തുകൊണ്ടാണ് നമ്മളൊന്നും കൂടി ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇന്നും വളരെ ഓൾഡ് സ്കൂൾ തോട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത്. അതായത് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും, അത് കഴിഞ്ഞ് PGയും, അത് കഴിഞ്ഞ് നീറ്റും, ഇതിൻ്റെ എല്ലാ എക്സാംസിൻ്റെ എല്ലാ ആൻസേഴ്സും ഇതിൻ്റെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻസും ഒക്കെ ഇന്ന് ഗൂഗിളിൽ മാപ്ഡ് ആയിരിക്കും. അതായത് ഗൂഗിൾ പോലുള്ള ഡയറക്ടറികളിൽ മാപ്പ് ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ എല്ലാം അവിടെ ഉണ്ട്. ChatGPTയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏത് AI ടൂളുകളിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, അല്ലേ? അതായത് ഇന്ന് ഈ AI ഇത്രയും പുരോഗമിച്ച് മുകളിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവൻ ഏത് എയർപോർട്ടിൽ ലോകത്ത് പോയി ഇറങ്ങിയാലും അവിടെയുള്ള ആളുകളുടെ ഫോറിനേഴ്സിൻ്റെ ലാപ്ടോപ്പ് കേട് വന്നാൽ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്ത്യൻസ് ആണ്, നമ്മുടെ സ്കിൻ ടോണോ കാണുമ്പോൾ ഇന്ത്യൻസ് ആണ് സംശയം തോന്നിയാൽ അറിയും ഇന്ത്യൻ എന്ന് വേണ്ടി അവർ ലാപ്ടോപ്പ് നമ്മുടെ തരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന്? അവർ ധാരണ പുറത്തുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ ധാരണ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാരും സോഫ്റ്റ്വെയർ ടെക്നോളജിയും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നേരാക്കുന്ന ആൾക്കാരാണെന്നാണ്. അത്രയും നമുക്ക് ടെക്നോളജിക്കലി അപ്ലിഫ്റ്റ്മെൻറ്റും ടെക്നോളജിക്കലി നമ്മുടെ മോൾഡ് സൗണ്ടാണെന്നുള്ള എല്ലാ അർത്ഥത്തിലും ഉണ്ടായിട്ട് പോലും ഈ പാർട്ട് വിട്ടുപോയതിൽ തീർച്ചയായിട്ടും ഞാനടക്കമുള്ള നമ്മളൊക്കെ ഓരോ ആളുകളും നമ്മൾ ഖേദിക്കണം. നമ്മുടെ ഇവിടുത്തെ ആളുകളായിട്ട് നമ്മളെ ചെയ്യാതെ പോയത്. ബിക്കോസ് ഇത് ചെയ്യാൻ സർക്കാരൊന്നും വേണ്ട, ആർക്കും ചെയ്യാം. സർക്കാരും ചെയ്യാം തീർച്ചയായിട്ടും. UPI ഒക്കെ ചെയ്ത പോലെ സർക്കാരും ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമുക്ക് ഒരു ഡിജിറ്റൽ സിസ്റ്റം കൊണ്ടുവന്ന് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, മനസ്സിൽ റാൻഡമായിട്ട് ഇന്ന വെയിറ്റേജിൽ ഇന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഓരോ കുട്ടികൾ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോൾ അതല്ല, ഇനി ഹാളിൽ കൂടെ പേപ്പറിൽ കൂടെ നടത്താവുന്നുണ്ടെങ്കിൽ ഓരോ ഹാളിൽ എക്സ്ട്രാ എക്സാം കൺട്രോളേഴ്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് അവർ എക്സാം കൺട്രോളേഴ്സ് അമർത്തുമ്പോൾ, അവർ കമ്പ്യൂട്ടറിൽ അമർത്തുമ്പോൾ ഓരോ റാൻഡം ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ? അത് അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ആൻസർ ചെയ്യാനുള്ള സിസ്റ്റത്തിന് ഉമർത്തിരുന്നിട്ട് ആൻസർ ചെയ്യിക്കാൻ കഴിയില്ല നമുക്ക്. അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്താൽ മൈക്രോ സെക്കൻഡിനകത്ത് അതേ ഏജൻറ്റ് ഇവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇവരുടെ ലെവൽ ഓഫ് കോൺസെപ്റ്റ് എല്ലാം റീഡിയിപ്പിച്ചുകൊണ്ട് അതിന് മാർക്ക് വിടാൻ പറ്റില്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് പരീക്ഷ ഏത് സമയത്തും വയ്ക്കാം, ഏത് സമയത്തും എവിടെ ഇരുന്നിട്ടും ലോകത്തിൻ്റെ എഴുതാം.
ആ എഴുതിയതിൽ അറിവുണ്ടോ? ബിക്കോസ് കോപ്പി അടിക്കാൻ പറ്റില്ല. അത്ര ടെക്നോളജി അത്രയും സൗണ്ടാണ്. നമ്മൾ പലതും കഥയുണ്ടാക്കിയിട്ട് കോപ്പി അടിക്കാൻ പറ്റുമോ? അങ്ങനെ അതൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് UPI ട്രാൻസാക്ഷൻസ്. ഇന്ത്യയിൽ എത്ര കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ വല്ല മിസ്റ്റേക്സ് കാര്യമായിട്ട് സംഭവിക്കുന്നില്ല. യെസ്, മേ ബി 1-2 മൈക്രോ ആയിട്ട് നീ അതൊക്കെ ഏത് സിസ്റ്റത്തിനകത്തുണ്ടാവും, റൈറ്റ്? അപ്പോൾ അതുപോലെ ഇത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള വാസ്തവല്ലേ. അപ്പോൾ അത് പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അപ്പോൾ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ UPI ചെയ്ത പോലെ നന്ദൻ നീലകണ്ഠി സാറിനെ പോലുള്ള വലിയ ലീഡേഴ്സുള്ള ഈ ഇന്ത്യയിൽ അതുപോലുള്ള ആരെങ്കിലും ഈ ചുമതല ഏൽപ്പിച്ചാൽ എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനകത്ത്, അതായത് ഉണ്ടാക്കേണ്ട നീറ്റ് പരീക്ഷ നടത്താൻ മാത്രമോ അല്ലെങ്കിൽ IAS പരീക്ഷ നടത്താൻ മാത്രമോ അല്ലെങ്കിൽ CBSE ഒരു +2 പരീക്ഷ നടത്താൻ വേണ്ടി മാത്രമല്ല ഈ സിസ്റ്റം ഇത് ഡെവലപ്പ് ചെയ്യാൻ വരുമ്പോൾ ഇനിയും ആളുകളുടെ ഈ പഴയ ഓൾഡ് സ്കൂൾ കുറേ ടീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് അവർ ഇനിയും പഴയ അഭ്യാസമായിട്ട് വരും. എന്തുകൊണ്ട് ഇത് എങ്ങനെയൊന്നും നടത്തിയാൽ ശരിയാവില്ല, ഞങ്ങൾ തന്നെ നോക്കാം, ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം, ഞങ്ങളുടെ ആൻസർ കറക്റ്റ് ചെയ്യുക, ഇത്തരത്തിൽ തോന്നിയ അവസ്ഥയാണ് മുഴുവൻ അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് PSCക്ക് ഉണ്ടായ പ്രശ്നം ഇതുണ്ടാവും. ബിക്കോസ് മനുഷ്യൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ എറേഴ്സ് വരും. അത്രയും പ്രിസൈസായിട്ട് എഞ്ചിനീയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിസൈസായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് കഴിയില്ല, മെഷീനേ കഴിയുള്ളൂ. അപ്പോൾ അത് വരണമെങ്കിൽ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഒഴിവാക്കണം. അപ്പോൾ ചോദിക്കുന്നത്, ആൾക്കാർ നോട്ട് എണ്ണിയിട്ട് ബാങ്കുകളിൽ കൊടുക്കുമ്പോൾ തെറ്റുകൾ വരുന്നതിൻ്റെ അത്ര ATMൽ തെറ്റ് വരില്ലല്ലോ. ഇത് ഇത്രയും ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ അതേപോലെ ഇതിനെ എത്രയും വേഗം ഒരൊറ്റ AI ഏജൻറ്റിനെ വെച്ചുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ എക്സാംസിനെയും ക്വസ്റ്റ്യൻ പേപ്പർ ദ സ്പോട്ട്, അതായത് ഇൻസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അടുത്തടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓരോ അമ്പത്തിന് ആൾക്കാർക്ക് ആ സബ്ജക്റ്റ് കണ്ടന്റ് എന്ന് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് എന്ത് വെയിറ്റേജ് എന്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കണം അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോസിബിളാണ്. ഒപ്പം ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈം ഫ്രെയിം ചെയ്യാൻ ആ സിസ്റ്റത്തിന് തന്നെ അറിയും, അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ആ ഫ്രെയിമിനകത്ത് ആൻസർ ചെയ്യാൻ കോപ്പി അടിച്ച് എഴുതാൻ പറ്റില്ല. ആ ഫ്രെയിമിനകത്ത് ഐദർ എഴുതിയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഡയറക്റ്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൈക്രോ സെക്കൻഡിനകത്ത് മാർക്കും പുറത്ത് വരുന്ന സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ ഇതിന് 1000 കോടി 2000 കോടി ഒന്നും വേണ്ട. കുറച്ച് കുട്ടികൾ, നന്ദൻ സാർ പോലുള്ള കുറച്ച് ആളുകളെ ഏൽപ്പിച്ചാൽ ചെറിയ കോടിയുടെ താഴെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ മാറ്റർ. അപ്പോൾ എല്ലാം സംഭവിച്ചു. ബിക്കോസ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ചലഞ്ചസ് വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക ആളുകളൊക്കെ. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, എല്ലാവരും വളരെ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് ആയിട്ട് എടുക്കുക. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇഷ്യൂ അതിൽ കുറേ കുട്ടികളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നുള്ള സത്യമാണ്. അതിലേക്ക് എത്താൻ പാടില്ലായിരുന്നു. നമ്മളത് മുൻപ് കണ്ടുകൊണ്ട് നേരത്തെ ആക്ട് ചെയ്യണമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഖേദിക്കുകയാണെങ്കിലും ആ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ സംഭവിച്ച സംഭവം എല്ലാം സംഭവിച്ച കാര്യം കൊണ്ട് ഇന്നത്തെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റംസ് എളുപ്പം മാറാനും വലിയ കാലം കൊണ്ട് 5-10 കൊല്ലം കൊണ്ട് വരാൻ സാധ്യതയുണ്ടായിരുന്ന ചേഞ്ച് ഈ ഒറ്റ ഇഷ്യൂവിൽ ഒരു കൊല്ലത്തിനോട് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇച്ഛാശക്തിയുള്ള, ബിക്കോസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഇൻഡസ്ട്രിയലിസ്റ്റ് വർക്കേഴ്സ് ഒക്കെ കുട്ടികളൊക്കെ വളരെ ഫോർവേഡ് തിങ്കേഴ്സാണ്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇന്നും ഒരുപാട് ഓൾഡ് സ്കൂൾ ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു വസ്തുത, അതൊരു ലിമിറ്റേഷനാണ്. ആ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് സ്ട്രാറ്റജിക്കലി അതിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തിങ്ക് ചെയ്ത് ഇന്ന് പോലെ പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഇതോടുകൂടി കെട്ടാൻ കഴിയും. ഇതൊരു സൊല്യൂഷൻ അല്ലേ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ പ്ലീസ്. താങ്ക് യു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറൗണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.